ഫുട്ബോളിലേറെ ഇന്ന് കായിക വിനോദത്തിലും ഈ കാളപൂട്ട് തന്നെയാണ്. കാളയും മൂരിയും കാളപൂട്ട് രീതിയിൽ മാത്രമേ പൂട്ടാൻ അനുവദിക്കൂ. ചെറുപ്പിനോ മരുന്നിനോ പൂട്ടിയേക്കെന്നുള്ള പൂട്ടാൻ അനുവദിക്കുന്നതല്ല. നമ്മുടെ അശോകേട്ടൻ ഈ കാളപൂട്ട് കാണാൻ വന്നിട്ടുണ്ട്. ആന്ധ്ര നട്ടോ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കൂല, അദ്ദേഹം തന്നെ പറയും. എവിടെ നിങ്ങൾ വന്നിട്ടുണ്ട്? ആന്ധ്രന്നല്ലേ? ഇവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. ആന്ധ്രന്ന് ഈ കാളപൂട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രം അല്ലേ, വേറെ കാര്യം വന്നാലല്ലോ, ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്ന ആളാട്ടോ. മലബാർ മേഖലകളിൽ കാളപൂട്ടിൻ്റെ ആരാധകർക്ക് അവർക്ക് ഒന്നാം സ്ഥാനം ഈ കാളപൂട്ടാണ്. രണ്ടാം സ്ഥാനമേ ഫുട്ബോളിനുള്ളൂ. അത് അവർ ഈ കാളപൂട്ട് മത്സരം കാണുന്ന വീക്ഷിച്ചാൽ മനസ്സിലാവും. അവർക്ക് അത്രയും ആവേശമാണ്, അവരുടെ രക്തത്തിൽ അലിഞ്ഞതാണ് ഈ കാളപൂട്ട് മത്സരം. ഇത് കാണാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആരാധകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത് വല്ലപ്പുഴ നടക്കുന്ന ഒരു കാളപൂട്ടാണ്. വർഷത്തിൽ ഇങ്ങനെ നടക്കാറുണ്ട്. ഏകദേശം 67ഓളം ടീമുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഈ കാളപൂട്ട് മത്സരത്തോട് രണ്ട് അഭിപ്രായമുള്ളവരുണ്ട് കേട്ടോ. ഈ കന്നുകളെ ഇങ്ങനെ തല്ലി ഓടിക്കുന്നത് വളരെ പാപമാണെന്ന് വിശ്വസിക്കുന്നവരും, അതുപോലെ തന്നെ ഈ കാളകളുടെ കാളപൂട്ട് വളരെ ജീവനാടിയായി കൊണ്ടു നടക്കുന്നവരും. എല്ലാ വർഷം വരലുണ്ടോ? എല്ലാ വർഷം വരലുണ്ട്. പോലുണ്ട്. എത്ര വർഷമായി ഈ കാളപൂട്ട് പോലെ തുടങ്ങിയിട്ട്? 16 വയസ്സിൽ തുടങ്ങിയതാ. 16. ഇപ്പൊ എത്ര വയസ്സായി? 71. അപ്പൊ ഏകദേശം 55 കൊല്ലം ആയി അല്ലേ? കന്നുണ്ട്. ഇപ്പുണ്ടോ? ഇപ്പല്ല, ഇപ്പൊ കാണാൻ പോലും മാത്രമേ ഉള്ളൂ. ഇതിന്റെ വലിയ ശ്രോതാവാണ്, ഭയങ്കര ഹരാണ് അല്ലേ? എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് ഇന്ന് വരും. എവിടെ ഉണ്ടെങ്കിലും വരും. നിങ്ങളെവിടെ സ്ഥലം? 68 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് കാണാൻ വേണ്ടി ചെയ്യുന്നത്. ഈ 71ാമത്തെ വയസ്സിലും. അപ്പൊ മനസ്സിലാക്കാനുള്ള ഇതിന്റെ ഹരം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, കാലൊക്കെ ഓപ്പറേഷൻ കഴിയൊക്കെ സുഖലായിരിക്കും. എന്നിട്ടും ഈ കാളപൂട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടും പ്രേമം കൊണ്ടും ഈ കായിക വിനോദം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിന് ഉപരി യുവാക്കള് ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് അനേകം യുവാക്കൾ വരുന്നുണ്ട്. മുൻതലമുറക്കാർ തന്നെയാണ് മുൻപന്തിയിൽ, അതല്ല എന്ന് പറയുന്നില്ല. എങ്കിലും ഇന്ന് യുവതലമുറ കുറേ ആൾക്കാർ ഈ കായിക വിനോദത്തെ നല്ലോണം മനസ്സുകൊണ്ട് അവർ ഇത് നന്നാവണം എന്നുള്ള ചിന്ത ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ഇതിലേക്ക് വരുന്നത്. ഫുട്ബോളിലേറെ ഇന്ന് കായിക വിനോദത്തിലും ഈ കാളപൂട്ട് തന്നെയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അത് ആൾക്കാർ കുറച്ചാണെങ്കിലും അവര് ഓരോ ജില്ലകളിൽ നിന്നും ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. സംശയം അതൊരു ഹരം തന്നെയാണ്. അതൊരു ഹരം. ഇതിന്റെ ആളുകൾക്ക് ഫുട്ബോളിനേക്കാൾ വലിയ ഹരാണ് ഈ കായിക വിനോദത്തിൽ ഏറ്റവും നല്ല ഞങ്ങളെ സംബന്ധിച്ച് ഫുട്ബോളിന് 2ാം സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. 2ാം സ്ഥാനം ഞങ്ങൾ കൊടുക്കുള്ളൂ. നമുക്ക് എല്ലാ വർഷം വരലുണ്ടോ? എല്ലാ വർഷവും കടുത്ത ആരാധകനാണ് അല്ലെ? ഒരു പൂട്ട് ഒഴിവാക്കൂല. ഒരു പൂട്ട് ഒഴിവാക്കൂല. കുഞ്ഞുമൊക്കെ കന്നുണ്ടോ? കാണികളാണ്. ഏത് പോത്തൂട്ടാണേലും നിങ്ങളെ പോലെ ഞങ്ങളുടെ ഇടയിൽ കൂടി അടക്കം ചോദിച്ചാൽ അതേമാതിരി എല്ലാ ആഴ്ചയും ഭയങ്കര സ്പിരിറ്റാണ് അല്ലേ? ഞങ്ങൾക്ക് ഞങ്ങൾ 6 മണിക്ക് കാളൂട്ടിന് അണിയാറുന്ന ആളാ. 6 മണിക്കെത്തി. ഈ സീറ്റ് വിട്ടു കൊടുക്കൂല. ഇന്ന് വൈകുന്നേരം പല ജില്ലകളിലും ആളുകൾ പല ജില്ലയിലും വരും. കോഴിക്കോട് നടക്കാൻ വരും, പാലക്കാട്, കോഴിക്കോട് എല്ലായിടത്തും ഉണ്ട്. ഈ സീറ്റ് ഇനി വൈകുന്നേരം 5 മണിക്ക് വിട്ടു കൊടുക്കും. 5 മണിക്ക് നിൽക്കുള്ളൂ. അതാണ് അതിന്റെ സ്പിരിറ്റ്. പച്ചവെള്ളം വേണ്ട. ഇന്നിപ്പോ രാവിലെ 6 മണിക്ക് ഇറങ്ങിയത് വരെ. ഇനിയിപ്പോ രാത്രി ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ശേഷം പോകുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വല്ല ചായ വെള്ളം എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇതിനായിട്ട് ഹരാണ്. ചെറുപ്പം മുതലൊക്കെ അങ്ങനെയാണ്. 25 വർഷമായിട്ട് ഈ കാളപൂട്ട് മത്സരം കാണാൻ പോണൊരു ശ്രോതാവാണ്. ഇവര് വിളിച്ചിട്ട് ഫോട്ടോഗ്രാഫി എടുക്കാൻ വന്നതാണോ? താല്പര്യത്തിന് മുകളിൽ വരുന്നതാണോ? ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ എൻ്റെ ഹോബിയാണ്. എൻ്റെ ബേസിക്കലി ഞാൻ ബിസിനസ്സുകാരനാണ് കോഴിക്കോട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും കാളപൂട്ടും അതിന്റെ ഹോബിയാണ്. ഇത് രണ്ടാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. അതെ, അത് മാത്രം, വേറൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ഹരം കൊണ്ടിട്ട് വരുന്നതാണ്. തീർച്ചയായിട്ടും. അല്ലാതെ അവര് വിളിച്ചിട്ട് പ്രൊമോഷൻ മറ്റേ പേയ്മെന്റ് ആയിട്ടുള്ള ഒരു എടുക്കാൻ വരുന്നതല്ല. അല്ലല്ല, ഒരു പേയ്മെന്റ് ഇതേവരെ ഞാൻ ഫോട്ടോഗ്രാഫി വാങ്ങിയിട്ടില്ല, എവിടുന്ന് വാങ്ങിയിട്ടില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് കാളയുടെ കെട്ട് കഴിഞ്ഞാണ്. 2 കാളകളെ ഒരുമിച്ച് കെട്ടുന്ന കെട്ട് കഴിഞ്ഞിട്ട് ഒരു കാള ഒരു വയ്ക്കും ഒരു കാള ഒരു വയ്ക്കും പോകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേഞ്ചറുകളും ഇതിലുണ്ട്. അപ്പോൾ ഇനി ആ കാളിനെ തളച്ചിട്ട് ഇനി അടുത്ത ഒരു മത്സരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സംഘാടകരും അതിൻ്റെ ആളുകളും ഇങ്ങനെ മണ്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അതിന് പിടിച്ചിട്ടുണ്ട്.
എത്ര ടീമുകളാണ് മത്സരിക്കുന്നത്? 67 ടീമുകളാണ്. രാവിലെ എത്ര മണി മുതൽ തുടങ്ങിയ മത്സരമാണ്? 7:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മണിക്കാണ് ഇതിന്റെ സമാപനം? 6 മണിക്ക് തീരും അല്ലേ? ഇതിന്റെ വിന്നർക്ക് ക്യാഷ് പ്രൈസ് എന്തെങ്കിലും ഉണ്ടോ? എത്ര ഹരം ആളുകൾക്ക് ഇത് കിട്ടാൻ എന്താണ്? പിന്നെ ട്രോഫി മാത്രമേ ഉള്ളൂ. ഒന്നാം സ്ഥാനക്കാർക്കും 5 സ്ഥാനക്കാർക്ക് വരെ ട്രോഫി കൊടുക്കുന്നുണ്ട് അല്ലേ? ആ ശരി. ഇത് വർഷത്തിൽ നടക്കുന്ന മത്സരമാണോ? എല്ലാ വർഷവും നടക്കുന്നതാണ്. ആ നമ്മുടെ കെല്ലക്കാട് പിന്നെ നേതൃത്വത്തിലാണ് പരിപാടി. നമ്മുടെ കെല്ല മുഹമ്മദ് സാഹിബാണ്. ഇപ്പൊ ഒന്നുമില്ലല്ലോ. ഇപ്പൊ നിങ്ങളെ കാളുണ്ടോ? കാഴ്ചക്കാരനാണ്. ഇപ്പൊ മത്സരം ഒന്നുമില്ല. ഇപ്പൊ ഇതിന്റെ സംഘാടക സമിതി യുവാക്കള് അതെ ഞങ്ങളെ പേരെന്താണ്? ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കായിക ഇനമാണ് ഈ കാളകൂട്ട് മത്സരം. അതിൻ്റെ ട്രോഫി കണ്ടില്ലേ, എൻ്റെ ഹൈറ്റിനേക്കാൾ ഒരുപാട് മുകളിലാണ് അതിൻ്റെ ഉയരം. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രോഫി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയിട്ട് വെക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ട്രോഫിക്ക് 14 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ. ഇതിൻ്റെ ഏകദേശം ഉയരം ഒരു 12 അടിയോളം ഉയരമുണ്ട്. അത്തരത്തിലുള്ള ട്രോഫികൾ കൊടുക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. നമ്മുടെ സെക്കീറിൻ്റെ 4 കന്നുകളുണ്ടല്ലേ? എത്ര കന്നുകളാണ്? 2 ജോഡി. 2 ജോഡി പറഞ്ഞാൽ 4 അത് കഴിഞ്ഞിട്ടില്ല, മത്സരം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പട്ടാമ്പിക്കാരൻ്റെ സെക്കീറിൻ്റെ ഈ കന്നിൻ്റെ മത്സരം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കീറേ, ഇത് എത്ര വർഷമായി ഇപ്പോൾ ഇതിന് മത്സരിക്കൽ തുടങ്ങിയിട്ട്? വാപ്പകാരനായിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിയിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ. ഇതൊരു ഹരാണല്ലേ? ഒരു പ്രത്യേക തരം ക്രൈസാണ്. വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവം. അതെ, ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോവില്ല. പിന്നെ രക്തത്തിലാണ്ട് അലിയാണ്, ഷുഗറൊക്കെ വരും പോലെയാണ് അല്ലേ? ശരിയല്ലേ? ശരിയാണ്. ആൾക്കാരെന്നെ ആയിരിക്കണൊക്കെ. അവരെ നമ്മളെ മെയിൻ ആള് സിദ്ദീപ്പ. അപ്പൊ വിഷ്ണുവാണ് ഇതിന്റെ ഓളിനോള്. വിഷ്ണുവിന് എന്താ കൊടുക്കണത്? ഇതിന് നമ്മള് മെയിൻ തീറ്റാറിന് മുതിരയാണ്. പിന്നെ മരുന്നോള് വേറുണ്ട്, കോഴിയും മുട്ടയും അരിഷ്ടം അങ്ങനെ പലതുണ്ട്. ഒരു മനുഷ്യനക്ക് ജീവിക്കണേക്കാൾ കൂടുതൽ ചെലവാണ് ഇതില്. ചെലവ് നല്ലുണ്ട്. കാരണം ഇപ്പത്തെ മുതിര 1 കിലോന് 100 രൂപ ലെവലുണ്ട്. മുതിര 1 കിലോന് ദിവസം 5 കിലോന്റെ അടുത്ത് മുതിര 500 രൂപ മുതിരക്ക് മതി. പിന്നെ വൈക്കോല്, പിന്നെ അരിഷ്ടം, നാടൻ കോഴിമുട്ട. പിന്നെ നാടൻ കോഴിമുട്ട നമുക്ക് കിട്ടാല്ല. പക്ഷെ ഡെയിലി ഇവർക്ക് നിർബന്ധമാണ് 4 കൊടുക്കണം. അപ്പൊ ചെറിയ ചെലവൊന്നല്ല. പിന്നെ നമ്മള് ഓരോ പൂട്ട് കഴിഞ്ഞാൽ കോഴി കൊടുക്കും. കോഴിയും കൊടുക്കും. നാടൻ കോഴി. ചെറിയ ചെലവല്ല. ചെലവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കന്നിനെ നോക്കണമെങ്കിൽ ഒരു മാസം ഒരു 10-25 രൂപ ചെലവാണ് ഏകദേശം അല്ലേ? സെക്കൻഡ് എന്താണ് ഈ കന്നിനെ മറച്ചു കെട്ടിക്കുന്നത്? എന്താണ് മറച്ചു കെട്ടിക്കുന്നത്? എന്താ വെച്ചാല് അത് കന്നുകള് പുറത്തേക്ക് നോക്കുമ്പോ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി വന്നു. പിന്നെ അത്രയും ആൾക്കാർ വന്ന് ഇങ്ങനെ നോക്കി പോണല്ലേ. അപ്പൊ അങ്ങനെ കന്നുകൾക്ക് ഒരു നോട്ടം കിട്ടുമ്പോ ലെവലാണ് മറച്ചു കെട്ടുന്നത്. കണ്ണേറ് തട്ടണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുണ്ടല്ലേ? ഓരോ വിശ്വാസത്തിൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കൊറേ കന്നുകൾ അവിടെ മറച്ചു കെട്ടിയിട്ടുണ്ട്. കൊറേ കന്നുകളെ അവിടെ തുണി കൊണ്ട് മറച്ചു കെട്ടിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറ്. ചിലവരൊന്നും അങ്ങനെ പുറത്ത് കെട്ടിടൂല അല്ലേ? അങ്ങനെ നോക്കുന്നതല്ലേ.